ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജ് വ്ളോഗായിട്ടാണ്. ഗാരേജ് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ ആയി. ആ ഒരു വണ്ടി ഇതേ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തു. ഫ്രണ്ട് ബോഡി സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. പ്രൈമറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തത്. ഇത് അടിച്ചിരിക്കുന്നത് ക്യാപ്സിയുടെ 2K പ്രൈമറാണ് അടിച്ചിരിക്കുന്നത്. കാരണം ബോഡി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ 2K അപ്ലൈ ചെയ്യണം. കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം, കാണാത്തവർക്ക് കാണിച്ചു തരാം എന്തായിരുന്നു എന്നുള്ളത്. കണ്ടോ, പെയിൻ്റാണ് പൊളിയണ മാതിരി പൊളിഞ്ഞ് പോന്നു. ഈ ഒരു കംപ്ലയിൻറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വരണതാണ് കേട്ടോ. ഇന്നലെ വരുന്ന മെറ്റീരിയലിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പോകേണ്ടതൊക്കെ ഫുള്ളായിട്ട് തന്നെ പോയി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഗോൾഡൻ കളർ വണ്ടി വൈറ്റ് അടിച്ചായിരുന്നു. അപ്പോൾ ഗോൾഡൻ കളറിലേക്ക് കുറേ ഭാഗങ്ങൾ എത്തിച്ചു. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ബോഡി ഫില്ലറും കാര്യങ്ങളായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഫുള്ള് ഇപ്പോൾ പ്രൈമറും കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ അവിടെ 2K പ്രൈമർ അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ ഓൾറെഡി നല്ല മെറ്റലായതുകൊണ്ട് തന്നെ ഇതിലടിക്കുന്നത് നോർമൽ സർഫേസറാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നോർമൽ സർഫേസറും അടിക്കും. വണ്ടി സെറ്റിങ് കഴിഞ്ഞിട്ടാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു വണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന വണ്ടിയാണ് കേട്ടത്. ഇവിടെ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ കളർ അടിച്ചിട്ട് വണ്ടി ഇതേ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി നിൽക്കണം കേട്ടോ. ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ് കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്തു. പോളിഷിങ് തുടങ്ങിയിട്ടില്ല, കട്ടിങ് അടക്കം തുടങ്ങിയിട്ടില്ല. ഹെഡ് ലൈറ്റിങ് ബമ്പറിന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു രീതിയിൽ നിൽക്കുകയാണ്. ഈ ഒരു വണ്ടി നമുക്ക് സെറ്റിങ് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. Fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life, I never miss, that's fact, taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light, ain't got time to kill, I got time to feel, I took the red pill, I know life's short so I wanna live real, but how's it supposed to feel? How's it supposed to feel? How's it supposed to feel? They wanna sing my name, but they holding back. They wanna say they hate, but they know it's cap. I ain't playing no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah bitch I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these things I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats.
അതായത് വരച്ചോടാ ഇതിൻ്റെ ഇവിടെ കൂടി ഇതല്ലേ ആ മൂന്ന് ഇത് 30 ചെയ്യണം ഇത് 30 ചെയ്യണം ബെൻഡ് അവിടെ നിന്ന് അടിക്കണമായിരുന്നല്ലേ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്തെ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് നമ്മൾ ഉണ്ടാക്കിയിട ചെയ്തത്. ഈ ഒരു പാനൽ ഫുള്ളായിട്ട് വാങ്ങാനായിട്ട് 19,000 രൂപ റേറ്റ് വരും. അതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പാച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈകുന്നേരമായി ഗ്യാരേജിൽ നിങ്ങൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് പാച്ചുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ ഇപ്പോൾ സമയം 6:24 ആയിട്ടുണ്ട്, അതായത് 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ബൂത്തിലേക്ക് അടുത്ത വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഓട്ടയമാണ് എല്ലാവരും, കാരണം വണ്ടികൾ ഒരുപാടുണ്ട്. അതേപോലെ ആ സിയാസിൻ്റെ ടച്ചപ്പ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു. ടോപ്പ് ബ്ലാക്ക് അടിച്ചു. അതേപോലെ ബാക്ക് ബമ്പർ ടച്ചപ്പ് ഉണ്ടായിരുന്നു, ഫ്രണ്ടിലെ ബമ്പർ ടച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്ത് കഴിച്ചിട്ടു. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി ഈ സൈഡ് കട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അലവിൽ പെയിൻറ്റിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലവിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലവിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉറച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയാണ്. ഫുള്ളും മെറ്റൽ കണ്ടു ആ രീതിയിൽ ഉരച്ച് കളയണത്. അതേപോലെ തന്നെ
നമ്മുടെ അവൻ്റെ ഗ്രാൻഡ് റൗണ്ട്സ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ട് പണി. സൈഡ്സ് കട്ടിങ് ഫിറ്റ് ചെയ്യണം, ഹാൻഡിൽ ക്രോം ഫിറ്റ് ചെയ്യണം, പോളിഷിങ് ചെയ്യണം, ഫ്രണ്ട് ലൈനിങ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ബ്ലോഗിൽ കാണിക്കാം. അപ്പോൾ ഇത് ഇത്രത്തോളം ആയിട്ടുണ്ട്. പിന്നെ ബൂത്തി കിടക്കുന്ന വണ്ടി ഒന്ന് കാണിച്ചു തരാം. നേരത്തെ കാണിച്ച വണ്ടി തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടി ഫുള്ള് പൊലിഞ്ഞു പോകുന്ന അവസ്ഥയിലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടിയാണിത്. ഇനി ഫ്രണ്ട് പ്രൈമർ സർഫേസർ അടിക്കണം, പെയിൻറ്റ് ചെയ്യണം. അടിക്കാൻ പോകുന്ന കളറ് നമ്മുടെ സിൽക്കി ഗോൾഡാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. ഫാമിലി യൂസിന് പറ്റൊരു കളർ സിൽക്കി ഗോൾഡ്, സിൽവർ ഒക്കെയാണ് ഇനിയിപ്പോൾ 2-3 വണ്ടികൾ അടിക്കാൻ നിൽക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ പേൾ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ. അപ്പോൾ നാളെ വണ്ടി ഏകദേശം ഡെലിവറി ആയിരിക്കും മിക്കവാറും. അപ്പോൾ ആ വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഗ്ലാസ്സൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പാസ്റ്റിംഗ് ഒക്കെ പോയിട്ടൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കും. അതെല്ലാം ക്ലിയർ ചെയ്ത് പാസ്റ്റിംഗ് ഒക്കെ ഇട്ട് ക്ലിയർ ചെയ്തത് ഗ്ലാസ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. വ്ളോഗല്ല, ഈ ഒരു വണ്ടിയുടെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഓവർടൈം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. ഏലജിലെ പണികളൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.